ഹലോ, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ എന്നെപ്പോലെ ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ എന്നെപ്പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തടിയൊക്കെ വെച്ച് ആ തടി എങ്ങനെയെങ്കിലുമൊക്കെ കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഉമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ ഉമ്മമാർക്ക് ഇത് മാത്രമല്ല, ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഞാനും ഒരുപാട് വെയിറ്റ് സ്റ്റക്കായി, വെയിറ്റ് പ്ലാറ്റു ആ ഒരു കണ്ടീഷനൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് നല്ല ചേഞ്ച് വന്ന കുറച്ച് ടിപ്സും കുറച്ച് റെസിപ്പീസും ഒക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ കണ്ട വീഡിയോസൊക്കെ എൻ്റെ മോൾക്ക് ഓൾമോസ്റ്റ് 6 മന്ത് ആകുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അന്ന് എൻ്റെ വെയിറ്റ് 74, 70 71 ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. 2 മാസം കൊണ്ട് ആ 70 kg 55 kg ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തത് വർക്കൗട്ടും പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റുമാണ് കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിട്ടാണ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മന്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഷുഗർ, ഓയിൽ, മൈദ, പ്രോസസ്ഡ് ഫുഡ്സ് പിന്നെ അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കഴിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതുപോലെ ലഞ്ചും അതിൽ ഓരോ ഐറ്റംസാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് എഗ് വൈറ്റും ചപ്പാത്തിയാണ് വെക്കുന്നത്. വീട്ടിൽ ചപ്പാത്തി ഇടുന്നു 3 ചപ്പാത്തിയാണ് ഇട്ട് കൊടുത്തുള്ളത്. എഗ് വൈറ്റ് ബോയിൽ ചെയ്തിട്ട് കഴിക്കാം. ബട്ട് ഞാൻ എങ്ങനെയാണ് ഓയിലില്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കുക, എന്നെ ബോയിൽ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ മടുപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ എങ്ങനെ ഓയിലില്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കാണ്ട് കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. 2 എഗ് വൈറ്റ് എടുക്കുക. അത് ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സ് ഇടാം. അതൊരു പാനിൽ വെച്ചിട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട. പാൻ ചൂടാകുമ്പോൾ ആ പാനിലേക്ക് ഒഴിക്കുക. നല്ലപോലെ കുക്കായി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വൺ സൈഡ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. മറ്റേ സൈഡ് ഓൾമോസ്റ്റ് കുക്കായി ഉണ്ടാവും. എനിക്ക് ആ ഒരു ഫോമിൽ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇത്രയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വീട്ടിൽ ഓൾറെഡി ഇന്ന് ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ആ ചപ്പാത്തി കോഴിക്കോട്ട് പിന്നെ കുറച്ച് ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു, അത് ഒഴിട്ടുണ്ട് കേട്ടോ. വാട്ടർ ഇൻടേക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ഒരു മാത്രം ഒരു ബോട്ടിൽ വെച്ചതാണ്. അതാകുമ്പോൾ എത്രത്തോളം കുടിച്ച് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. ലഞ്ചിന് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് സെയിം ചപ്പാത്തി കിട്ടും. കറിവേപ്പിന് വേറെ മുകളിൽ ചിക്കനൊക്കെ നമുക്കൊരു ചപ്പാത്തി റാപ്പാക്കാൻ കരുതി ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് പോർഷനും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പോർഷനാണ് കവർ ചെയ്യാണ്ട് വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓയിലില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചത് ആദ്യം പാൻ വെക്കുക. എന്നിട്ട് അതിലെ സവാള ഇടുക. ആ സവാളയ്ക്ക് നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത്. ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലിഡൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് പ്രോപ്പറായി കുക്കായി കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഇട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം വറ്റിയെന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടൊമാറ്റോ ഇതുപോലെ അടച്ചു വെച്ച് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നേരത്തെ അടിച്ച് വെച്ച എല്ലാ മസാലയും ഇതിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹിമാലയൻ പിങ്ക് സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ആ റോ സ്മെല്ല് പോകും വരെ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ലപോലെ മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പീസ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും മസാലാസൊക്കെ പ്രോപ്പർലി മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ കുക്കായി വരുമ്പോൾ ഇതിനെടുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ എടുക്കുക. ഇത് ലാസ്റ്റ് ഇടുന്ന കാരണം ഇതൊന്നും ഇങ്ങനെ കടിക്കുമ്പോൾ ഇത് നല്ലപോലെ കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾക്ക് ചപ്പാത്തി എടുത്ത് റോൾ ചെയ്യാം. അവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇനി മറ്റേതും കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കങ്ങനെ ഓയിലില്ല എന്നുള്ള ഫീലൊന്നും വരില്ല. അത്യാവശ്യം ഫില്ലിങ്ങുമാണ് കേട്ടോ. ഇത്ര ഉള്ള ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഹെൽത്ത് റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.